തീർച്ചയായും മല്ലപ്പള്ളിയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ പേരിൽ വലിയ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി ഇതാ മന്ത്രി സജി ചെറിയാൻ ഉണ്ടായിരിക്കുന്നു. അതിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. ഹർജിയിൽ ആവശ്യം ഈ സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നായിരുന്നു. പക്ഷേ CBI അന്വേഷണം വേണമെന്ന കാര്യം ഹൈക്കോടതി അംഗീകരിക്കുന്നില്ല എങ്കിൽ കൂടിയും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനുള്ള ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തിൽ ഭരണഘടനയെ ആ രീതിയിൽ അവഹേളിച്ചിട്ടില്ല. മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്ത് ആ നിലയ്ക്ക് ഗുരുതരമായ വീഴ്ചകൾ വന്നിട്ടില്ല എന്നൊരു പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കിയതാണ്. ആ പോലീസ് റിപ്പോർട്ടും കോടതി തള്ളിയിരിക്കുന്നു. ഒപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനും ഉത്തരവിടുന്നുവെങ്കിൽ അത് നിശ്ചയമായും മന്ത്രി സജി ചെറിയാന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതിനൊപ്പം പോലീസിന് വലിയ വിമർശനവുമുണ്ട്. പോലീസ് റിപ്പോർട്ട് കോടതി തള്ളുകയാണ്. അന്വേഷണത്തിൽ പാളിച്ചയുണ്ടായി എന്ന് കോടതി പറയുന്നു. ദൃശ്യങ്ങളും ഓഡിയോ ക്ലിപ്പുകളും കൃത്യമായി പരിശോധിച്ചില്ല എന്ന് പറയുന്നു. കുന്തം കുടച്ചക്രം എന്നീ വാക്കുകൾ ഉപയോഗിച്ചത് ഏത് സാഹചര്യത്തിലാണ് എന്ന് ഒരിക്കൽ കൂടി വിശദമായി പരിശോധിക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആ നിലയ്ക്കൊരു വലിയ തിരിച്ചടി അപ്രതീക്ഷിതമെന്നോണം ഇപ്പോൾ സജി ചെറിയാനെ തേടി വരുന്നു. സെയ്ഫ് സൈനുലാബ്ദീൻ കൂടി ചേരുന്നുണ്ട്. സെയ്ഫ്, ഇതിലിപ്പോൾ CBI അന്വേഷണമായിരുന്നു ഹർജിക്കാരൻ്റെ ആവശ്യം. പക്ഷേ CBI അന്വേഷണത്തിന് വിടേണ്ട കാര്യമില്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണം മതി. പക്ഷേ എങ്കിൽ കൂടിയും തുടരന്വേഷണം വേണം. പോലീസിന് കൃത്യമായ വിമർശനവുമുണ്ട്. ഏതെല്ലാം നിലക്കത് സർക്കാരിന് സജി ചെറിയാന് തിരിച്ചടിയാണ്, സർക്കാരിന് പരിക്കേൽപ്പിക്കുന്നതാണ്. സജി ചെറിയാനെ സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ നേരത്തെ രാജിവെച്ച പോലെ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കാനൊന്നും തയ്യാറാകില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഈ വിധിന്യായം അത് സാധാരണഗതിയിൽ അത് എന്തെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് പാർട്ട് പൂർണ്ണമായും ജഡ്ജിമാർ വായിക്കാറില്ല. പക്ഷേ ഈ വിധിന്യായം അത് പൂർണ്ണമായും നമ്മൾ കേൾക്കുമ്പോൾ ബെച്ചു കുര്യൻ തോമസ് ആ വിധിന്യായത്തിൻ്റെ ഓപ്പറേറ്റിംഗ് പാർട്ട് എല്ലാം വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് താൻ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടുന്നത് എന്ന വാദങ്ങൾ കൃത്യമായി അദ്ദേഹം നിരത്തുന്നുണ്ട്. അത് വളരെ കണ്ണിങ് ആയിട്ടുള്ള വിധിയായിട്ടാണ് നമുക്ക് ആ വിധിന്യായം കേൾക്കുമ്പോൾ മനസ്സിലായത്. അത് നേരത്തെ മുജിത്തപ്പ സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കുന്തം കൊടച്ചക്രം എന്ന വാക്കുകളൊക്കെ എങ്ങനെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ 2003 മുമ്പുള്ള സുപ്രീം കോടതി വിധികളൊക്കെ അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ ആ അന്വേഷണം കൃത്യമായി നടന്നില്ല എന്ന വിമർശനം, പോലീസിൻ്റെ വിമർശനമുണ്ട്. സാക്ഷിമൊഴികളെ കൃത്യമായി വിശ്വാസത്തിൽ എടുത്തില്ല എന്ന് പറയുന്നുണ്ട്. മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് റിപ്പോർട്ട് വരുമ്പോൾ അതിൻ്റെ എല്ലാ തലങ്ങളിലേക്കും മജിസ്ട്രേറ്റിന് പോകാൻ കഴിഞ്ഞില്ല എന്ന് ആ വിധിന്യായത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഓപ്പറേറ്റിംഗ് പാർട്ട് പൂർണ്ണമായും കേൾക്കുമ്പോൾ വളരെ കണ്ണിങ് ആയിട്ടുള്ളൊരു വിധിയായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നിയമപരമായി നേരിടുക എന്നുള്ളതായിരിക്കും സജി ചെറിയാൻ ചെയ്യാൻ പോകുന്ന ആ കാര്യം. അത് സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ്. അതിന്മേൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോകാൻ കഴിയും. ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞാൽ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാൻ കഴിയും. മാത്രമല്ല സംസ്ഥാന സർക്കാർ ഇതിനകത്ത് പറഞ്ഞു നിൽക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ CPM നേതൃത്വം പറഞ്ഞു നിൽക്കാൻ പോകുന്നത്, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കട്ടെ. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനാണല്ലോ കോടതി ഉത്തരവിട്ടത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കട്ടെ, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം ബാക്കി നടപടികളിലേക്ക് കടക്കാം എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത. ഒരു സമയപരിധി, ആ വിധിന്യായം കേട്ടപ്പോൾ അതിനകത്തൊരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയോട് നിർദ്ദേശിക്കുകയാണ്, ഏറ്റവും നല്ല ഏജൻസിയായി ക്രൈംബ്രാഞ്ചിനെ കണക്കാക്കിക്കൊണ്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിങ്ങൾ ചുമതലപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത്ര ടൈം പീരീഡിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് വിധിന്യായം കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് മുജിത്തബാനകത്ത് ഒരു ക്ലാരിറ്റി ചിലപ്പോൾ വരുന്നതായിരിക്കും. പക്ഷേ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു വിധിന്യായത്തിന് ഒരു സമയപരിധി പറയുന്നില്ല. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴും അത് സമയപരിധി പറയാത്തത് കൊണ്ട് തന്നെ നീണ്ടുപോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയേണ്ട. എന്തായാലും ഇതിനെ ആദ്യം ഈ വിവാദമുണ്ടായി, മല്ലപ്പള്ളിയിൽ ഈ പ്രസംഗത്തിന് പിന്നാലെ വലിയ രാഷ്ട്രീയ കോലാഹലമുണ്ടായി, മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേരുന്നില്ല. അത് ഇപ്പോൾ അന്വേഷണമാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്വേഷണം നടക്കട്ടെ എന്ന നിലപാട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തന്നെ തുടരുകയും ചെയ്യും. അതേസമയം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനങ്ങളും പ്രതിഷേധവും സജി ചെറിയാനെതിരെ ഉണ്ടാവുകയും ചെയ്യും. ഇതിലിപ്പോൾ അപ്പീൽ പോവുക എന്നുള്ളതായിരിക്കും സജി ചെറിയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. അല്ലെങ്കിൽ ആ അന്വേഷണം തീരുമാനിച്ച ഘട്ടത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിനെ ചുമതലപ്പെടുത്തും. അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലേക്ക് CPM നേതൃത്വം എത്തിച്ചേരും. രാജി എന്ന് പറയുന്ന സംഭവം ഈ വിഷയത്തിൽ ഇന്നത്തെ ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. സൈഫുദ്ദീൻ, ശരി, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ എന്നറിയണം. മുസ്തഫയിലേക്ക് വരാം. അതിനു മുമ്പ് പ്രേക്ഷകരുടെ അറിവിലേക്കായി പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ CPM ഏരിയ കമ്മിറ്റി നടത്തുന്ന പ്രതിവാര രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടിയുടെ 100ാം വാരത്തിൻ്റെ ഭാഗമായ അനുമോദന യോഗത്തിലായിരുന്നു ഈ വിവാദ പ്രസംഗം നടന്നത്. മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളതെന്ന് നമ്മളെല്ലാവരും പറയും. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ ഏറ്റവും അധികം കൊള്ളയടിക്കാൻ പറ്റിയ
ഭരണഘടനയാണ് എഴുതി വച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞതും തയ്യാറാക്കി കൊടുത്തതുമായ ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് പ്രമോദ് നാരായണൻ MLA ഭാഷയിൽ പറഞ്ഞാൽ ഇച്ചിരി മുക്കും മൂലയും അരിച്ചുപെറിച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് എന്ന് വച്ചാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുടച്ചക്രം എന്നൊക്കെ അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ കൃത്യമായി കൊള്ളയടിക്കാൻ പറ്റുന്ന ചൂഷണം. ഞാൻ ചോദിക്കട്ടെ, തൊഴിലാളികളുടെ സമരം അംഗീകരിക്കാത്ത നാടാണ് ഇന്ത്യ. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പോകുന്നത്. അതിൽ ഏറ്റവും വിവാദമായ ഭാഗം എന്ന് വെച്ചാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുടച്ചക്രം എന്നൊക്കെ അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഭരണഘടനയോടുള്ള അവഹേളനം എന്നുള്ള നിലക്കാണ് അന്ന് പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നതും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്ന സാഹചര്യവും ഒക്കെ നമുക്കറിയാം. പിന്നീട് ഇതിനകത്ത് പ്രശ്നമില്ല എന്നുള്ള പോലീസ് റിപ്പോർട്ട് വരികയും അതിനെ തുടർന്ന് വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരികയും ഒക്കെ ചെയ്തു. ഇപ്പോൾ ഈ ഹർജി ഹൈക്കോടതിയിലെത്തുന്നു. ഹൈക്കോടതി അദ്ദേഹത്തിന് പ്രതികൂലമായ രീതിയിലൊരു നടപടിയെടുക്കുന്നു. ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് പോവുകയാണ്. മുജ്തബ, ആ പ്രസംഗം ഇപ്പോൾ പ്രേക്ഷകർക്ക് കേൾപ്പിക്കാം. പ്രസംഗം വന്നിട്ടുണ്ട് പ്രസംഗത്തിലേക്ക്. ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്.